ദില്ലിയിലേക്കുള്ള സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും ഈ സമരത്ത് പങ്കെടുക്കണം. ആലോചിച്ച് പറയാന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ പുറത്തിറങ്ങിയിട്ട് വല്ലാത്ത വർത്താനാണ് പറഞ്ഞത്. സമരത്തെ അള്ളുവെച്ചു. പെൻഷൻ ഒന്നും തന്നെ നൽകാനാകാതെ ജനങ്ങളാകെ എതിരാകും എന്ന് പ്രതീക്ഷിച്ചവരെ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇന്നലെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ പദ്ധതി മുടങ്ങാതെ ഇടപെടാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതാണ് LDF സർക്കാർ, അതാണ് LDF സർക്കാരിന്റെ നിലപാട്. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇന്ത്യ നേരിടുന്ന പ്രശ്നമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ഈ രാജ്യത്ത് ഇത് നടപ്പിലാക്കരുത് എന്ന് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയനാണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കേരള നിയമസഭയാണ് പൗരത്വ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. കേരള നിയമസഭ അത്തരം നിലപാട് സ്വീകരിച്ചപ്പോൾ നിരവധി BJP ഇതര സർക്കാരുകൾ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന സംസ്ഥാന സർക്കാരുകളുണ്ട്. ആരും തന്നെ ഇതുപോലെ ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റാനാണ് പൗരത്വ നിയമം മുന്നോട്ട് കൊണ്ടുവന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഈ 5 വർഷവും അതിന് മുമ്പത്തെ 5 വർഷവും 10 വർഷം എടുത്ത് പരിശോധിച്ചാൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന് കോർപ്പറേറ്റുകളിൽ നിന്നും പണം വാങ്ങാൻ ഇലക്ട്രോൾ ബോണ്ട് എന്ന സൗകര്യം നരേന്ദ്രമോദി കൊണ്ടുവന്നു. CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇലക്ട്രോൾ ബോണ്ട് വഴിയുള്ള പണം വേണ്ട. ആര് പണം തന്നു എന്നുള്ളത് അതിലൂടെ അറിയാനാകില്ല, എത്ര തുക വാങ്ങി എന്നുള്ളത് അറിയാനാകില്ല. കോർപ്പറേറ്റുകൾക്ക് തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുവാനുള്ള സൗകര്യമൊരുക്കലായി ഇലക്ട്രോൾ ബോണ്ട് മാറുന്നു. അവിടെ കൊണ്ട് നിന്നില്ല. ആ നിലപാട് പ്രഖ്യാപിച്ചതുപോലെ തന്നെ കോടതിയെ സമീപിച്ചു. അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, ഇലക്ട്രോൾ ബോണ്ടിലൂടെ പണം തന്ന ആളുകളുടെ വിവരം, പണത്തിന്റെ തുക ഇത് പരസ്യപ്പെടുത്തണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഇലക്ട്രോൾ ബോണ്ട് സംവിധാനം മുന്നോട്ട് വന്നത്. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു മാർച്ച് 6 മുമ്പ് പരസ്യപ്പെടുത്തണമെന്നാണ് പറഞ്ഞതെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു ജൂൺ 30 പരസ്യപ്പെടുത്തുക. അതായത് തെരഞ്ഞെടുപ്പൊക്കെ കഴിയും. അതിനു മുമ്പ് പരസ്യപ്പെടുത്തിയാൽ BJPയിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരുൾപ്പെടെ തിരിച്ചറിയും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ ലക്ഷം കോടികൾ BJPക്ക് നൽകിയത്. അത് BJPക്ക് അകത്തുൾപ്പെടെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറും. മതവർഗീയതയല്ല പ്രശ്നം, തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഇതുപോലുള്ള അഴിമതിയുമാണ് പ്രശ്നം എന്ന് BJPയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ തിരിച്ചറിയും. BJPക്ക് വോട്ട് ചെയ്യുന്നവരും തിരിച്ചറിയും. ഇതുകൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിപ്പിക്കാൻ തയ്യാറായി. ഇത്തരം വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോഴാണ് ഈ വിഷയങ്ങളെ മറക്കാൻ, അജണ്ടയെ വഴിമാറ്റാൻ വളരെ ബോധപൂർവം വീണ്ടും പൗരത്വ നിയമം കൊണ്ടുവന്നത്. അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ LDF ഗവൺമെന്റ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ ഭരണഘടന നേരിടുന്ന പല പ്രശ്നങ്ങളിലും സ്റ്റേറ്റ് ഗവൺമെന്റ് നിർഭയം നിലപാടെടുത്തു. സാമ്പത്തിക പ്രതിസന്ധിക്ക് ബദൽ ഉയർത്തി LDF ഗവൺമെന്റ് മുന്നോട്ട് പോയി. LDF ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടാണ്. അതിന്റെ ഭാഗമായി LDF ഗവൺമെന്റിനെ കഴുത്ത് ഞെരിക്കാൻ, കേരളത്തെ ആകെ പ്രയാസപ്പെടുത്താൻ സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. സാമ്പത്തിക ഉപരോധത്തിന് സമാനമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചപ്പോൾ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും നടത്തി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാരും ജനങ്ങൾ, നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും നടത്തി. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പോയി സമരം നടത്തി. ആ സമരത്തെക്കുറിച്ചൊക്കെ നേരത്തെ വിശദീകരിച്ചതാണ് പാർലമെന്റ് കൺവെൻഷനിൽ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഒന്നും ആവർത്തിക്കുന്നില്ല. അങ്ങനെ സമരം പലതും നടത്തി. അതോടൊപ്പം കോടതിയെ സമീപിച്ചു. പിന്നീട് കോടതിയെ സമീപിച്ചതിന് ശേഷം ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഡൽഹിയിൽ വീണ്ടും പോയി. ഡൽഹി സമരത്തിന് ശേഷം വീണ്ടും പോയി കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു. അപ്പൊ പറഞ്ഞു, ആദ്യം നിങ്ങൾ കോടതിയിലെ കേസ് പിൻവലിച്ചു.
നിങ്ങൾ ചോദിക്കുന്ന പണം തരില്ലെന്ന് മാത്രമല്ല, ഇനി തരാനുള്ള പണവും കേസ് പിൻവലിച്ചില്ലെങ്കിൽ തരില്ല എന്ന് പരസ്യമായി പറയുന്ന സ്ഥിതിയുണ്ട്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേമ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു. അത് ഇടതുപക്ഷ ബദലായതുകൊണ്ടാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ, പെൻഷൻ ഉൾപ്പെടെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കാണാത്ത നിലയിൽ പ്രഖ്യാപിച്ച കേരളം LDF ഭരിക്കുമ്പോഴാണ്. അതിന്റെ തുക വർദ്ധിപ്പിച്ചത് LDF ഭരിക്കുമ്പോഴാണ്. അത്തരം ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങണം എന്ന നിലപാട് സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി നമുക്ക് അർഹതപ്പെട്ട ഫണ്ട് പിടിച്ചുവെച്ചു. ഇതിനെതിരെ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, അടിയന്തരമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ളത് നൽകണം. നമ്മൾ ഉൾപ്പെടെ തെരുവിൽ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളെ ശരിവെക്കുന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ചില്ലറ പൈസയാണ് പിടിച്ചു വെച്ചത്. 2022 43,000 കോടിയായിരുന്ന കേന്ദ്ര റവന്യൂ സഹായം 2023 40,000 കോടിയായി കുറച്ചു. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട 12,000 കോടി രൂപയാണ് നഷ്ടം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലൂടെ 20,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. 5,600 കോടി രൂപ അവസാന പാദത്തിൽ വെട്ടിക്കുറച്ചു. കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഇന്ന് നിലപാട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. റവന്യൂ കമ്മി ഗ്രാന്റ് ഇനത്തിൽ 5,000 കോടി രൂപയുടെ കുറവുണ്ടായി. നികുതി വിഹിതത്തിൽ കുറവ് വരുത്തിയതിലൂടെ 18,000 കോടി രൂപയുടെ കുറവ് വന്നു. സംസ്ഥാനത്തിന് ഒരു വർഷം 57,400 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടായത്. കേരളത്തിന്റെ മൊത്തം ചെലവ് 2022 1.57 ലക്ഷം കോടിയായിരുന്നത് 2023 1.53 ലക്ഷം കോടിയായി നമ്മുടെ സംസ്ഥാനം കുറച്ചു. എന്നാൽ പ്രചരണം എന്തായിരുന്നു? നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെന്റിന്റെ പാളിച്ചയാണ് ഇതിന്റെ കാരണം. നികുതി പിരിക്കാത്തതാണ് പ്രശ്നം. ഇതായിരുന്നില്ലേ പ്രചരണം? അതിന്റെ കണക്കും പുറത്തു വന്നു. തനത് റവന്യൂ വരുമാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കുറവല്ല ഉണ്ടായത്, സംസ്ഥാനത്ത് വൻ വർധനവാണ് ഉണ്ടായത്. 2022 74,000 കോടിയായിരുന്നു തനത് റവന്യൂ വരുമാനമെങ്കിൽ 2023 74,000 കോടി എന്നുള്ളത് 92,000 കോടിയായി വർദ്ധിച്ചു. അത് സർക്കാരിന്റെ ഇടപെടല, ധനകാര്യ വകുപ്പിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം തുക വർദ്ധിച്ചത്. കേന്ദ്ര നികുതി വിഹിതം നമ്മുടെ സംസ്ഥാനത്തിന് നൽകുന്നത് 18% മാത്രമാണ്. അതേസമയം പശ്ചിമ ബംഗാളിന് 49.4%, ബീഹാറിന് 42.8%, രാജസ്ഥാനിന് 40.8%, ആന്ധ്രാപ്രദേശിന് 40.2%, യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിന് 35.7% കേന്ദ്ര വിഹിതം ലഭിച്ചു. കേരളത്തിന് 18% മാത്രം. ഇത് നമ്മുടെ സംസ്ഥാനം എടുക്കുന്ന ബദൽ നിലപാടുകൾക്ക് പ്രതികാരം തീർക്കലാണ്, വൈരനിരാധന ബുദ്ധിയോടുകൂടിയുള്ള ഇടപെടലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ സുപ്രീം കോടതി വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന വിഷയമാണ്. നാടിനെ ബാധിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ 100% വരുന്ന ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. 100% വരുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ LDF എന്നോ UDF എന്നോ BJP എന്നോ ഇല്ല, എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. നാടിന്റെ മക്കളെയാകെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ BJP വിട്ടുനിൽക്കുന്നു, സമരത്തിൽ നമുക്കൊപ്പം ചേരുന്നില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP-യാണ്. എന്നാൽ കോൺഗ്രസും UDF-ഉം ഇതിൽ ഈ സമരത്തോടൊപ്പം ചേർന്നു. ദില്ലിയിലേക്കുള്ള സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളും ഈ സമരത്ത് പങ്കെടുക്കണം. ആലോചിച്ച് പറയാന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ പുറത്തിറങ്ങിയിട്ട് വല്ലാത്ത വർത്താനാണ് പറഞ്ഞത്. സമരത്തെ അള്ളുവെച്ചു. ഇവിടുത്തെ MP ഈ സമരത്തോട് സഹകരിച്ചോ? കേരളത്തിന് പണം അർഹതപ്പെട്ടത് നൽകാത്തതിനെതിരെ ഇവിടുത്തെ MP പാർലമെന്റിൽ മിണ്ടിയോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും MP-മാർ മിണ്ടിയോ? ഒരു MP മിണ്ടി. അത് തൃശ്ശൂരിലെ MP-യാണ്, പ്രതാപൻ. അദ്ദേഹത്തിന് ഇപ്പൊ സീറ്റും ഇല്ല. കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ശബ്ദിച്ചതിന് തൃശ്ശൂരിലെ പ്രതാപന് സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ്. മറ്റെല്ലാ സിറ്റിംഗ് MP-മാരും മത്സരിച്ചു, എന്നാൽ പ്രതാപന് സീറ്റില്ല. കാരണം പാർലമെന്റിൽ കേരളത്തിന് കിട്ടേണ്ട പണത്തെക്കുറിച്ച് നമ്മളിവിടെ ക്യാമ്പയിനൊക്കെ ശക്തമാക്കിയതിന്റെ ഭാഗമായി ആ പാവം DM പ്രതാപൻ
പാർലമെന്റിൽ പറഞ്ഞു. കേരളത്തിന് കിട്ടാനുള്ള തുക എത്ര, അത് കൊടുക്കണം എന്ന് പാർലമെന്റ് പറഞ്ഞു. ഇതുവരെ ആര് ഇത് ചർച്ച ചെയ്തിട്ടില്ല. ടി.എം. പ്രതാപനിപ്പോ സീറ്റ് കിട്ടിയിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിനാണോ ടി.എൻ. പ്രതാപന്റെ സീറ്റ് നിഷേധിക്കപ്പെട്ടത്? ഇത് പൊതുവായിട്ട് നാട്ടിൽ ഉയർന്നു വരേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ പൊതുവെ നമ്മൾ കാണുമ്പോ ഇതിൽ കോഴിക്കോട് MP ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പൗരത്വ നിയമം പോലുള്ള വിഷയങ്ങളുണ്ടായി, കോഴിക്കോട് MP പാർലമെന്റ് വേണ്ടിയിട്ടില്ല, പുറത്തും വേണ്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള വല്ലാത്തൊരു സ്ഥിതിയിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. എന്നാൽ ഇങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടും LDF സർക്കാർ പോരാടുകയാണ്. പെൻഷൻ ഒന്നും തന്നെ നൽകാനാകാതെ ജനങ്ങളാകെ എതിരാകും എന്ന് പ്രതീക്ഷിച്ചവരെ ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇന്നലെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ പദ്ധതി മുടങ്ങാതെ ഇടപെടാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതാണ് LDF സർക്കാർ, അതാണ് LDF സർക്കാരിന്റെ നിലപാട്. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കേരളത്തിലെ ദിനപത്രങ്ങൾ ഏതെങ്കിലും പെൻഷൻ തുക, കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞി തുക, GSTയുമായി ബന്ധപ്പെട്ട തുക, നെല്ല് കർഷകർക്ക് കൊടുക്കേണ്ട തുക, നാളികേര കർഷകർക്ക് കൊടുക്കേണ്ട തുക, ഇത് കേന്ദ്ര സർക്കാർ പിടിച്ചുവെക്കുന്നതിനെ കുറിച്ച് മിണ്ടുന്നുണ്ടോ? എന്നാൽ ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് സർക്കാർ ഇടപെട്ട് പോകുന്നത്. നിങ്ങൾ നോക്കണം, ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് 2 ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. 12 റോഡുകൾക്ക് 1312 കോടി രൂപയാണ് അനുവദിച്ചത്. ഇക്കാണുന്ന റോഡില്ലേ, ഏത് കാലത്താണത് വീതി കൂട്ടാൻ ആഗ്രഹിച്ചത്? MLA ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എത്രയോ കാലമായി ഈ റോഡൊന്ന് വീതി കൂട്ടണമെന്ന് ആഗ്രഹിച്ചു. മാനാഞ്ചിറ മുതൽ ഇതിലൂടെ കടന്ന് പാവങ്ങാട് വരെയുള്ള ഈ റോഡ് വീതി കൂട്ടാൻ 287 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ഇത് നമ്മുടെ ഇവിടെ ഒത്തുകൂടുന്നതിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ റോഡാണെങ്കിൽ നേരെ തൊട്ടപ്പുറത്ത് കിഴക്ക് ഭാഗമെടുത്ത് പരിശോധിച്ചാൽ അഴകൊടിയുടെ റോഡ്, എത്ര കാലമായ റോഡ് വീതി കൂട്ടാൻ, അതിലും ഫണ്ട് അനുവദിച്ചു. അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. 1312 കോടി രൂപയായി ഇപ്പൊ അനുവദിച്ചത്. അതിന്റെ തൊട്ടുമുമ്പ് വേറെയും എത്രയെത്ര പദ്ധതികൾ ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലും ഈ നോർത്ത് നിയോജക മണ്ഡലത്തിലും ഈ കേന്ദ്ര സർക്കാർ നിലപാട് ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെച്ചു. ഇവിടെ എവിടെയെങ്കിലും UDF MP-മാർ കൂടെ നിന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഇത്തരം നിലപാടുകൾ വരുമ്പോൾ LDF വിജയിക്കേണ്ടത് അനിവാര്യമാണ്. സഖാവ് എളമരം കരീം രാജ്യസഭയിൽ അതിശക്തമായി ഇത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ചുറ്റിക്കരിവാള നക്ഷത്ര മലയാളത്തിൽ വിജയിപ്പിക്കേണ്ടത് നാടിന്റെ അനിവാര്യമായ കാര്യമാണ്. അത് നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.